ഇന്ന് ചെയ്യാൻ പോണതേ, അന്ന് നമ്മ ആശ്രമത്തിൽ പോയിട്ടുണ്ടായിരുന്നല്ലോ, അദ്വൈതാശ്രമത്തിൽ പോയി. അത് കഴിഞ്ഞിട്ട് വാൽമീകി കുന്നിലോട്ട് പോയി. വാൽമീകി കുന്ന് എന്ന് പറഞ്ഞാൽ ആശ്രമത്തിൻ്റെ തൊട്ടടുത്ത് തന്നെ കേട്ടോ. ആരെങ്കിലും ആശ്രമത്തിൽ പോകുന്ന ആൾക്കാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ വാൽമീകി കുന്നിലോട്ട് പോകണം, നല്ലതായിരിക്കും. കുറച്ചുള്ളൂ, പക്ഷേ നല്ല ഭംഗിയാണ് അവിടെ കാണാനായിട്ട്. അത് കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഞാൻ നഴ്സറി കയറിയെന്ന് പറഞ്ഞില്ല, നഴ്സറി കയറിയിട്ട് നമ്മൾ ഒരു പ്ലാവും തൈ മേടിച്ച് അത് നട്ട്. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഒരു മാവും തൈ മേടിച്ചിട്ടുണ്ടായിരുന്നു. മാവും തൈ എന്ന് വെച്ചാൽ ഓൾ സീസൺ മാവ് എന്നാണ് പറയണത്, തായ്ലൻഡ് മാവ്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് ഒരു മാങ്ങ ഉണ്ടാവാനുള്ള ഭയങ്കര ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് വാങ്ങിയതാണ് അതൊക്കെ. പക്ഷേ നമുക്ക് ഇവിടെ ഉള്ള മാവ് എന്ന് വെച്ചാൽ നമ്മുടെ വീടിൻ്റെ തൊട്ടടുത്ത് 2 മാവ് നിൽക്കുന്നുണ്ട്. അതുമ്മ രണ്ടുമേയും ഒരു 2 കൊല്ലത്തിന് മുമ്പായിട്ടേ കായ്ച്ചു. ഇപ്പോൾ 2 കൊല്ലമായിട്ടത് കായ്ക്കണമൊന്നുമില്ല. അപ്പം നമുക്ക് ഭയങ്കര ഒരു ആഗ്രഹമാണ് വീട്ടിലൊരു മാവും പ്ലാവൊക്കെ ഉള്ളത്. അങ്ങനെ വാങ്ങിയതാണ്. എന്നിട്ട് അപ്പോൾ വാങ്ങിയപ്പോൾ ഇനി ഒരു മാവ് വെട്ടേണ്ടി വരും. എന്ന് വെച്ചാൽ ഒരു മാവ് വെട്ടിയാൽ നമ്മുടെ ബാക്ക് സൈഡ് ഒരുവിധം തണലായിട്ട് നിൽക്കുകയാണ്. അപ്പോൾ ഒരു മാവ് വെട്ടിക്കഴിഞ്ഞാൽ മാത്രം നമുക്കത് നട്ടിട്ട് കാര്യം ഉണ്ടാവുള്ളൂ. കാരണം ഇത്തിരി വെയിൽ കിട്ടണമല്ലോ, തണലത്തുകൊണ്ട് വെച്ചിട്ട് കാര്യമില്ല. അങ്ങനെ ചേട്ടൻ ഇന്ന് രാവിലെ തുടങ്ങി അതിൻ്റെ പണിയിലായിരുന്നു. അപ്പോൾ മാവ് നടാനായിട്ട് ചേട്ടൻ രാവിലെ തുടങ്ങിയുള്ള പണികളാണ് കേട്ടോ. അപ്പോൾ നമ്മുടെ ഒരു മാവ് എന്ന് പറയുന്നത് ഇതാണ്. പിന്നെ അടുത്ത മാവ് എന്ന് വെച്ചാൽ കണ്ടത്, ഇതും അടുത്ത മാവാണ്. നമ്മുടെ തറനോട് ചേർന്ന് നിൽക്കണ ഈ മാവ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഈ മാവ് നമുക്ക് വെട്ടിക്കളയേണ്ടി വരും. എന്നാൽ മാത്രം കണ്ടത്, ഇത് നമുക്ക് വീടിനോട് ചേർന്ന് നിൽക്കണ ഈ മാവ്. എന്നിട്ട് ഇന്ന് കൊമ്പൊക്കെ ഇതിൻ്റെ വെട്ടിക്കളഞ്ഞ്, ഇന്ന് ഉച്ച സമയം പോക്കും കൊമ്പൊക്കെ ഇതിനെ വെട്ടിയിറക്കിയിട്ടുണ്ട്. അപ്പോൾ തന്നെ നമുക്കിവിടെ ബാക്ക് സൈഡിൽ വെയിലായിട്ടുണ്ട്. ഞങ്ങളിത് വെട്ടാതെ നിർത്തിയാക്കണമായിരുന്നു. കാരണം നമുക്ക് മാങ്ങ കിട്ടിയില്ലെങ്കിലും നമുക്കൊരു തണലെങ്കിലും കിട്ടുമല്ലോ എന്നോർത്ത് നിർത്തിയാക്കണ മാവായിരുന്നത്. പക്ഷേ നമുക്ക് ഒരു മാവും തൈ വാങ്ങിച്ചപ്പോൾ അത് വെട്ടേണ്ടി വന്നു. അതിന് വേണ്ടി ഇവിടെ ഒരു കുഴി എടുത്തിട്ടുണ്ട് കേട്ടോ. ഈ അലക്കണ കല്ലിൻ്റെ ലെഫ്റ്റ് സൈഡാണിത്. ഈ സൈഡിലാണ് ഈ കുഴി എടുത്താക്കണത്. നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്തെ സൈഡിൽ ഇതുണ്ട്, അവിടെയാണ് പ്ലാവും തൈ നട്ടാക്കുന്നത്. ഇപ്പുറത്തെ സൈഡിൽ ആണ് മാവും തൈ നടാൻ പോണത്. അപ്പോൾ പിന്നെ ചേട്ടനിന്ന് കൊമ്പ് വെട്ടൽ അങ്ങനെയുള്ള കുറേ പണികളായിരുന്നു. രാവിലെ ഞാവലിൻ്റെ കൊമ്പ് കുറേ വെട്ടിക്കളഞ്ഞു. ഞാവലിൻ്റെ കൊമ്പ് എന്ന് വെച്ചാൽ അപ്പുറത്തെ വീട്ടിലോട്ട് ചവറ് പോണായിരുന്നേ, അവരുടെ വീട്ടിലോട്ടൊക്കെ ചവറ് വീഴണം. അപ്പോൾ പറഞ്ഞില്ല, എന്നാലും നമ്മൊരു ഉപദ്രവം ഉണ്ടാക്കണം ശരിയല്ലല്ലോ. അങ്ങനെ ചേട്ടൻ കയറി അതിൻ്റെ കൊമ്പ് വെട്ടി നടാൻ വേണ്ടി ചവറിട്ട് കൊടുക്കുകയാണ്. കാരണം ചവർ നമുക്ക് ഇവിടെ ഉണ്ടല്ലോ, അതാണ് പിന്നെ പ്രത്യേകിച്ച് കാണിക്കേണ്ട കാര്യമൊന്നുമില്ല. എന്നാലും പിന്നെ ആളിത് മണ്ണിട്ട് കൊടുക്കണ്ട കേട്ടോ. നമ്മളിവിടെ മരങ്ങളൊന്നും അങ്ങനെ വെട്ടാറില്ല. മരത്തിൻ്റെ കൊമ്പ് വെട്ടിക്കളയാന്ന് വെച്ചാൽ ഒരു മരം വെട്ടണം നമുക്ക് വളരെ വിഷമുള്ള കാര്യമാണ്. എന്നുവെച്ചാൽ ഇവിടെ നമ്മൾ വീട് പണിയണതിന് മുമ്പേ നമ്മുടെ വീടിൻ്റെ ഫ്രണ്ടിലായിട്ടൊരു മഹാഗണിയുടെ മരം ഉണ്ടായിരുന്നു. നല്ല ഒരുവിധം മണ്ണുള്ള മരം ഉണ്ടായിരുന്നു, നല്ല മരമായിരുന്നത്. അത് വെട്ടാന്ന് നോക്കിയിട്ട് നമ്മുടെ ഇളയമോൻ ചെറുതായിരുന്നു. അവൻ എന്നിട്ട് ഭയങ്കര കരച്ചിലായിരുന്നു. അത് വെട്ടാനായിട്ട് സമ്മതിക്കണ്ടായിരുന്നില്ല. പിന്നെ നമുക്ക് വെട്ടാൻ പറ്റാത്തൊരു സാഹചര്യം വരുന്നു. എന്ന് വെച്ചാൽ അത് വെട്ടാണ്ട് നമുക്ക് വീട് പണിയാൻ പറ്റില്ലായിരുന്നു. അങ്ങനെ അത് വെട്ടിയതാണത്. അപ്പോൾ നമ്മൾ കുഴിയെടുത്തിട്ട് 2 ദിവസമായി. ഇതിന് ശേഷം നമ്മൾ നടാൻ പോണ മാവാണത്. അതിൽ ഇപ്പോഴേ പൂത്ത് തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. അതെന്ന് വെച്ചാൽ മൂത്ത കൊമ്പായിരിക്കുമല്ലോ അത് ബഡ് ചെയ്താക്കണത്, ഗ്രാഫ്റ്റ് ചെയ്താക്കണത്. അപ്പോൾ നമുക്ക് നടുന്ന മാവ് ഇതാണ്, തായ്ലൻഡ് മാവ്, ഓൾ സീസൺ മാവ് എന്നാണ് പറയണം. അപ്പോൾ അത് നമുക്ക് ആ കുഴിയിലോട്ട് വയ്ക്കാം അല്ലേ. സൈഡ് സൂക്ഷിച്ച് പൊട്ടിച്ചല്ലേട്ടാ. എന്നിട്ട് മണ്ണൊന്ന് ലൂസാക്കി കൊടുക്കേണ്ടി വരും. കാരണം വേരിന് പുറത്തോട്ട് ഓടണമെങ്കിൽ അത് സൈഡിലുള്ള മണ്ണൊക്കെ ഇപ്പോൾ ഉറച്ചിരിക്കുമായിരിക്കുമല്ലോ. അപ്പോൾ ഈ കുഴിയിലാണ് നമ്മൾ വെക്കുന്നത്. കഴിഞ്ഞ ദിവസം റെഡിയാക്കി കുഴിയാണ്, 2 ദിവസം മുമ്പ് ചെയ്തതാണ്. നടുക്കായിട്ട് വെച്ചാൽ മതി. വെച്ചിട്ട് വെച്ചിട്ട് അടിയിലെ കുറച്ച് മണ്ണ് കളയണം. അത് ഉറച്ചിരിക്കുകയായിരിക്കുള്ളൂ. കാരണം വെള്ളമൊക്കെ വീണിട്ട് അവിടെ കൂടുതൽ ഉറച്ചിരിക്കുകയായിരിക്കുള്ളൂ. കണ്ണോട്ട് ഇരിക്കണ്ട, കടന്നു പോകണില്ലേ, നല്ല ഉറച്ചിരിക്കുകയാണല്ലേ. അത് അവർ കുറേ ദിവസമായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉറച്ചിരിക്കും. നമ്മൾ ഇടയ്ക്ക് നനച്ചും കൊടുക്കില്ല. കൈ കൊണ്ട് അടത്തിക്കളഞ്ഞു നോക്ക്, അല്ലെങ്കിൽ ആ കത്തി കൊണ്ട് അടത്തണോ. അപ്പോൾ ഇതിങ്ങനെ കുറച്ചിരിക്കുകയാണ്. അപ്പോൾ ഒന്ന് കുറച്ച് ഇളക്കി കൊടുക്കണം നന്നായിരിക്കും. കാരണം വേരല്ലെങ്കിൽ പുറത്തോട്ട് ഓടാൻ ബുദ്ധിമുട്ട് വരും. കവർ കളഞ്ഞ് ഇനി മതിയാവും. ഇനി വെച്ചോ. നമ്മൾ ഈ കുറച്ച്
കുറച്ച് സ്ഥലത്താണ് ഈ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. കിട്ടും ഇങ്ങനെ ആ വെയിൽ കിട്ടും വെയിൽ. ഇങ്ങനെ തന്നെ തിരിച്ച് വെച്ചാൽ മതി. ഇങ്ങോട്ട് ഇരിച്ചിട്ടോ, ഇത്തിരി ഇങ്ങോട്ട് ഇരിച്ചിട്ടോ. ആ ആ ആ ആ ആ ഇനി സൈഡിലേ മണ്ണ് കിട്ടോ. അപ്പം ഞാൻ വെച്ചിട്ട് പോവുകയാണ് കേട്ടോ. ചേട്ടൻ ഇനി ചെയ്തു. ഓക്കെ പിന്നെ ജോലിക്ക് വേണ്ട അതുകൊണ്ടാണ്. ഓക്കെ, അപ്പം ഇനി ബാക്കി പണി എനിക്ക് വന്നിട്ട് പോയാണ് ആൾ. എൻ്റെ സൈഡിലെ മണ്ണ് കുറച്ചും കൂടി പൊടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ മാവ് നടൽ പൂർത്തിയായിട്ടുണ്ട്. തടത്തിൽ മണ്ണൊക്കെ ഇട്ട് കൊടുത്തു. ഇനി അതിൻ്റെ വളർച്ച നമുക്ക് നിരീക്ഷിക്കാം. ഒരു വലിയ പ്രതീക്ഷയോട് വെച്ച് ഒരു മാവാണ്. അപ്പോൾ അത് കായ്ച്ച് നല്ല മാമ്പഴമൊക്കെ തരുമെന്ന് പ്രതീക്ഷിക്കാം. ഈ മാവ് വയ്ക്കാൻ വേണ്ടി മറ്റൊരു മാവ് വെട്ടിക്കളയേണ്ട വന്നു. പൂർണ്ണമായിട്ട് വെട്ടിയിട്ടില്ലെങ്കിലും അത് നിലനിർത്താൻ പറ്റില്ല, കാരണം കായ്ക്കുന്നേയില്ല. തണലൊക്കെ ആയിരുന്നു, കായ്ക്കുന്നേയില്ല. അപ്പോൾ നമുക്കൊരു ഫലം കിട്ടുന്നൊരു മാവ് വെച്ച് ഒന്ന് വെട്ടിയപ്പോൾ പകരം ഒന്ന് വെച്ചു. അതൊരു പ്രായശ്ചിത്തം കൂടിയാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ മാമ്പഴം ഉണ്ടാവുന്നത് കാത്തിരിക്കാം. നല്ല അതിന് ഇഷ്ടപ്പെട്ട് ഇപ്പോൾ ഈ മാവ് വെച്ച സ്ഥലത്ത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നല്ല വേരോട്ടമൊക്കെ ഉണ്ടാവുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഉണ്ടാവും. ഇവിടെ നല്ലോട്ടം ഉണ്ടായിരുന്നതാണ് മുൻപ്. ചാമ്പമരമൊക്കെ കൂടെ നിരുന്നതാണ്, നന്നായിട്ട് കായ്ച്ചിരുന്നു ചെറിയ ചാമ്പമരം. വീട് പണിയ സമയത്ത് അതിൻ്റെ ഫൗണ്ടേഷൻ ആ ഭാഗത്ത് വന്നപ്പോൾ നിവൃത്തിയില്ലാതെ വെട്ടിയതാണ്. അപ്പോൾ ഇത് നമുക്ക് നല്ല മാമ്പഴം പ്രതീക്ഷിക്കാം. അപ്പോൾ ഓക്കെ, ഇന്നത്തെ ഈ മാമ്പഴം അല്ലെങ്കിൽ മാവ് നടുന്ന വീഡിയോ ഇതോടുകൂടി അവസാനിക്കുകയാണ്. താങ്ക് യു.